നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഫ്രണ്ട്ലി മത്സരത്തിൽ ഇന്ന് അർജൻറ്റീന കളിക്കാനിറങ്ങുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെയാണ് കളി. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ലയണൽ സ്കലോനി കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. വേൾഡ് കപ്പ് സ്ക്വാഡ് ഏതാണ്ട് താൻ തീരുമാനിച്ചിട്ടുണ്ട്. 55 പ്രിലിമിനറി ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇനി പെർഫോമൻസ് നോക്കി മോശമാകുന്നവരെ കട്ട് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഈ മത്സരം കളിക്കാൻ മെസ്സി ഇറങ്ങും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇന്നലെ പറയുകയാണ്, നാളെ നമുക്കറിയാവുന്ന താരങ്ങളെ കളിക്കളത്തിലേക്ക് ഇറക്കും. അതൊരു ഗുഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫെമിലർ ആയിട്ടുള്ള കളിക്കാർ ആദ്യം സ്റ്റാർട്ട് ചെയ്യും, അതിനുശേഷം പിന്നീട് മാറ്റങ്ങൾ വരുത്തും. കളി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വി വിൽ സ്റ്റാർട്ട് ട്രൈയിങ് ഔട്ട് സം ന്യൂ പ്ലെയേഴ്സ്. ചില പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. മെസ്സി എന്തായാലും ഈ കളിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് 26 അംഗ ലിസ്റ്റ്, വേൾഡ് കപ്പിനുള്ള ലിസ്റ്റ് ഓൾറെഡി എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ 55 അംഗ ലിസ്റ്റ് നമ്മൾ ഫിഫക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനി പെർഫോമൻസിൻ്റെ ബേസിൽ അതിൽ നിന്ന് താരങ്ങളെ കട്ട് ചെയ്യും. പെർഫോമൻസ് മോശമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നടപടി എടുക്കും. ഇപ്പം കഴിഞ്ഞ മത്സരം അത്ര മികച്ചതായിരുന്നില്ല, അതൊരു വാണിംഗ് ആയിരുന്നു മൗറിത്താനിയക്കെതിരെയുള്ള കളി. വേൾഡ് കപ്പ് ലിസ്റ്റ് തീർച്ചയായിട്ടും വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് താരങ്ങളുടെ ഫോം മാത്രം നോക്കിയിട്ടായിരിക്കും വേൾഡ് കപ്പ് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് തന്നെ കോച്ച് ലയണൽ സ്കലോനി കൃത്യമായിട്ട് പറഞ്ഞു. ചുരുക്കത്തിൽ ആരെയും പേരൊന്നും നോക്കിയൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. കഴിഞ്ഞ മത്സരം കൃത്യമായിട്ടൊരു വേക്കപ്പ് കോളാണ്. ശ്രദ്ധിച്ച് താരങ്ങളുടെ പെർഫോമൻസ് മാത്രം പരിഗണിച്ചായിരിക്കും ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട്ലി മത്സരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് ഓരോ താരങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. മൗറിത്താനിയക്കെതിരെയുള്ള മത്സരം അത്ര മികച്ചതായിരുന്നില്ല എന്നുള്ളത് പ്ലെയേഴ്സ് തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ മികച്ച കാര്യമാണ്. ഒരു റിയലി ഗുഡ് ഗെയിം ഈ മത്സരത്തിൽ സാംബിയക്കെതിരെ പുറത്തെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി കോച്ച് ഇപ്പോൾ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.